നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. 10th പ്രിലിംസ് അവസാന ഘട്ട പരീക്ഷ എഴുതുന്നവർ നോക്കിയിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ്. ഒറ്റ ക്ലാസ്സിൽ നിന്ന് 3-4 മാർക്ക് നേടിത്തരുന്ന രീതിയിലാണ് എല്ലാ ചോദ്യങ്ങളും ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ക്ലാസ്സിലേക്ക് പോകാം. നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലാസ്സിൽ ഇരുന്ന് തന്നെ മാക്സിമം നിങ്ങൾ പഠിച്ചിട്ട് പോകാൻ വേണ്ടി നോക്കണേ. ഒരുപാട് ചോദ്യങ്ങൾ പറയുന്നുണ്ട്. എല്ലാം നിങ്ങൾക്ക് മാർക്ക് നേടിത്തരുന്ന ചോദ്യങ്ങൾ മാത്രം. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം: സ്വാതന്ത്ര്യാനന്തരം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച സംസ്ഥാന കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം ഏതാണ്? ഉത്തരം പയ്യന്നൂരാണ്. പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം. അപ്പൊ നമുക്ക് മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനങ്ങളെ പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാം. BSc എപ്പോഴും ചോദിക്കാറുണ്ട്. 5 മലബാർ രാഷ്ട്രീയ സമ്മേളനങ്ങളാണ് നടന്നത്. മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം അല്ലെങ്കിൽ ആദ്യത്തെ സമ്മേളനം നടന്ന വർഷം ചോദിച്ചാൽ 1916. എവിടെയാണ് നടന്നത്? പാലക്കാട് ജില്ലയിലാണ് നടന്നത്. പാലക്കാട്. അതിന്റെ അധ്യക്ഷ ആനി ബസന്റ് ആയിരുന്നു. അപ്പൊ മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിലെ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാൽ ആനി ബസന്റ്. രണ്ടാമത്തെ സമ്മേളനം 1917. അപ്പൊ 1916 ആദ്യത്തേത്, 17 രണ്ടാമത്തേത്, അങ്ങനെ 20 വരെ 5 എണ്ണം നടന്നു. അപ്പൊ 17 കോഴിക്കോട് ജില്ലയിലാണ് നടന്നത്. കോഴിക്കോട് വെച്ചാണ് നടന്നത്. CP രാമസ്വാമി അയ്യരായിരുന്നു അധ്യക്ഷൻ. 1918 മൂന്നാമത്തെ സമ്മേളനം തലശ്ശേരിയിൽ വെച്ചാണ് നടന്നത്. ആസാദ് അലി ഖാൻ ബഹദൂർ ആയിരുന്നു അധ്യക്ഷൻ. ആസാദ് അലി ഖാൻ ബഹദൂർ. 4ാം സമ്മേളനം 1919 നടന്നത്. വടകരയിലാണ് നടന്നത്. KP രാമൻ ആയിരുന്നു അധ്യക്ഷൻ. 5ാം സമ്മേളനം 1920 നടന്നത്. മഞ്ചേരിയിൽ കസ്തൂരി രംഗ അയ്യഗാർ ആയിരുന്നു അധ്യക്ഷൻ. കസ്തൂരി രംഗ അയ്യഗാർ. അപ്പൊ അവസാന മലബാർ രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെ? മഞ്ചേരി. വർഷം 1920. കേരളത്തിലെ സൂററ്റ് എന്നറിയപ്പെടുന്നത് മഞ്ചേരിയിൽ നടന്ന ഈ 5ാം മലബാർ രാഷ്ട്രീയ സമ്മേളനമാണ്. PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ. കേരളത്തിലെ സൂററ്റ് എന്നറിയപ്പെടുന്നത് ഏതാണ്? മഞ്ചേരിയിൽ നടന്ന 5ാം മലബാർ രാഷ്ട്രീയ സമ്മേളനം. എന്തുകൊണ്ട് ഇങ്ങനെ കേരളത്തിലെ സൂററ്റ് എന്നറിയപ്പെടുന്നു? അവിടെ എന്തോ ഒരു സ്പ്ലിറ്റ് ഉണ്ടായി. ആനി ബസന്റും അനുയായികളും വിയോജിപ്പ് കാരണം സമ്മേളന വേദിയിൽ നിന്നും ഇറങ്ങിപ്പോയതിനാലാണ് ഈ സമ്മേളനത്തെ കേരളത്തിലെ സൂററ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഈ വർഷം നടക്കാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷകളായ അസിസ്റ്റന്റ് സെയിൽസ്മാൻ, ഫയർമാൻ മുതലായ പരീക്ഷകളുടെ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ തുച്ഛമായിട്ടുള്ള ഫീസുകളിലാണ് എല്ലാ ബാച്ചും ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ബാച്ചസ് ഏതൊക്കെയാണെന്ന് പറയാം. അസിസ്റ്റന്റ് സെയിൽസ്മാൻ, ഫയർമാൻ, 10th മെയിൻസ്. ഈ വർഷം നടക്കാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയാണ് 10th മെയിൻസ്. പഠിച്ചു കഴിഞ്ഞാൽ ജോലി ഉറപ്പിക്കാവുന്ന കുറെ പോസ്റ്റുകളാണ് 10th മെയിൻസിലുള്ളത്. സെക്രട്ടേറിയറ്റ്, OA, സ്റ്റോർ കീപ്പർ, പിയൂൺ മുതലായ പോസ്റ്റുകൾ. പിന്നെ ഇനി വരാനിരിക്കുന്ന കമ്പനി, LGS, ബെവ്കോ, LD, VFA എല്ലാ കോഴ്സുകളും നമ്മുടെ ആപ്പിൽ വളരെ തുച്ഛമായിട്ടുള്ള ഫീസിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 10th പ്രിലിംസിന്റെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ 10th പ്രിലിംസ് ഈ കഴിഞ്ഞ ഘട്ടങ്ങളുടെ എല്ലാത്തിന്റെയും റിലേറ്റഡ് ഫാക്ട്സ് നമ്മുടെ ആപ്പിൽ എല്ലാ കോഴ്സിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ മാത്രമല്ല ബാക്കി PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ഏത് കോഴ്സ് എടുത്താലും നിങ്ങൾക്ക് ഫുൾ സിലബസ് കവറേജ്, ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, പുതിയ SCRT, പഴയ SCRT ഓൾറെഡി ഉണ്ട്, പുതിയ SCRT 5, 7, 9 ക്ലാസ്സുകളിലെ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഒരു കോഴ്സ് എടുത്താൽ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഫുൾ സിലബസ് കവറേജും, ഷോർട്ട് കറണ്ട് അഫയേഴ്സും, മന്ത്ലി കറണ്ട് അഫയേഴ്സും, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസും, പുതിയ SCRT, പഴയ SCRT, ഹർഷിതം സ്പെഷ്യൽ ഷോർട്ട് GKയും എല്ലാം തന്നെ കിട്ടുന്നതായിരിക്കും. കൂടാതെ എന്നോട് ഡയറക്ട്ലി ഡൗട്ട് ചോദിച്ച് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷനും നമ്മുടെ ആപ്പിൽ തന്നെ അവൈലബിൾ ആണ്. എന്നോട് ഡയറക്ട്ലി നിങ്ങൾക്ക് ചോദിച്ച് ഓരോ ക്ലാസ്സും കണ്ടിട്ട് ഡൗട്ട് ചോദിച്ച് ക്ലിയർ ചെയ്യാനും പറ്റും. എല്ലാ ക്ലാസ്സുകളും ഹർഷിതം എഡ്യൂടെക് ആപ്പിലാണ് വരുന്നത്. വളരെ തുച്ഛമായിട്ടുള്ള ഫീസ് നിങ്ങൾ കയറി ചെക്ക് ചെയ്യുമ്പോൾ അറിയാം. വളരെ തുച്ഛമായിട്ടുള്ള ഫീസിലാണ് എല്ലാ ക്ലാസ്സുകളും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എല്ലാ ക്ലാസ്സുകളും തുടക്കക്കാർക്ക് പോലും മനസ്സിലാകുന്ന രീതിയിൽ ബേസ് ലെവൽ ആയിട്ടുള്ള ക്ലാസ് ആണ്. അപ്പൊ നിങ്ങൾ ബിഗിനർ ആണെങ്കിലും ഓൾറെഡി PSC പഠിക്കുന്ന ആൾക്കാരാണെങ്കിലും ആര് വേണമെങ്കിലും നമ്മുടെ ആപ്പിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ചോദ്യം നോക്കാം. തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ സ്ഥാപിച്ചത് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ സ്ഥാപിച്ചത്. അപ്പോൾ വക്കം അബ്ദുൽ ഖാദർ മൗലവി
കൊടുങ്ങല്ലൂരിൽ സ്ഥാപിക്കപ്പെട്ട മുസ്ലിം ഐക്യ സംഘത്തിന്റെ ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇദ്ദേഹം 1931 ആരംഭിച്ച മാസിക ഏത്? ദീപിക എന്ന മാസികയാണ്. ദീപിക എന്ന മാസിക. സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചതാര്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഒറ്റപ്പാലത്ത് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത മുസ്ലിം നവോത്ഥാന നായകൻ ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഇദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ PSC ചോദിച്ചിട്ടുണ്ട്. ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം. PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം ആരുടെ കൃതിയാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ കൃതിയാണ്. ഖുറാൻ വ്യാഖ്യാനം, ഇസ്ലാമിക് സന്ദേശം, സൂറത്തുൽ ഫാത്തിഹ, ദൗ ഉസ്വാബാഹ്, ഇതൊക്കെ ആരുടെ കൃതികളാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ കൃതികളാണ്. ഇതിൽ നിങ്ങൾ ഓർക്കേണ്ടത് ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹവും ഇസ്ലാമിക് സന്ദേശവുമാണ്. ഇത് രണ്ടും ആരുടേതാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടേതാണെന്ന് ഓർക്കുക. ഇദ്ദേഹത്തിന്റെ പ്രധാന പ്രസിദ്ധീകരണമായിരുന്നു സ്വദേശാഭിമാനി പത്രം. വക്കം മൗലവിയുടെ പ്രധാന അറബി മലയാളം രചന ഏതാണ്? മാസികയാണ് അൽ ഇസ്ലാം. അൽ ഇസ്ലാം ഏത് ഭാഷയിലുള്ളതായിരുന്നു എന്ന് PSC പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അറബി മലയാളമാണ്. അറബി മലയാളം. ഇനി ഒരു 10 മുൻവർഷ ചോദ്യം നോക്കിയാലോ. 1959 ഫാക്സ് ആണ്. PSC പരീക്ഷകളിലെ 1959 ചോദ്യം. ഇന്ത്യയിൽ ആദ്യമായി ടെലിവിഷൻ പ്രക്ഷേപണം ആരംഭിച്ച വർഷം ഏത്? 1959. ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്തി രാജ് നിലവിൽ വന്ന വർഷം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് പഞ്ചായത്തി രാജ് നിലവിൽ വന്ന വർഷം 1959. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ സ്ഥാപിക്കപ്പെട്ട വർഷം 1959. സി രാജഗോപാലാചാരിയുടെ നേതൃത്വത്തിൽ സ്വതന്ത്ര പാർട്ടി രൂപം കൊണ്ട വർഷം 1959. ദലൈലാമ ഇന്ത്യയിൽ രാഷ്ട്രീയ അഭയം തേടിയ വർഷം 1959. ഇന്ദിരാഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റായ വർഷം 1959. യുണൈറ്റഡ് ന്യൂസ് ഓഫ് ഇന്ത്യ സ്ഥാപിക്കപ്പെട്ട വർഷം 1959. ഒന്നുകൂടെ പറയാം. ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്തി രാജ് നിലവിൽ വന്ന വർഷം, ഇന്ത്യയിൽ ആദ്യമായി ടെലിവിഷൻ പ്രക്ഷേപണം ആരംഭിച്ച വർഷം, സി രാജഗോപാലാചാരിയുടെ നേതൃത്വത്തിൽ സ്വതന്ത്ര പാർട്ടി രൂപം കൊണ്ട വർഷം, ദലൈലാമ ഇന്ത്യയിൽ രാഷ്ട്രീയ അഭയം തേടിയ വർഷം, നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ സ്ഥാപിക്കപ്പെട്ട വർഷം, ഇന്ദിരാഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റ് ആയ വർഷം, യുണൈറ്റഡ് ന്യൂസ് ഓഫ് ഇന്ത്യ സ്ഥാപിക്കപ്പെട്ട വർഷം, എല്ലാം 1959 ആണ്. ഇനി നിങ്ങളോടുള്ള ചോദ്യം. 1919 ഏപ്രിൽ 6 രാജ്യവ്യാപകമായി നടന്ന ഹർത്താൽ ഏത് നിയമത്തിൽ പ്രതിഷേധിച്ചാണ്? അപ്പോൾ നിങ്ങളുടെ ഉത്തരം താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ചോദ്യം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. 1919 ഏപ്രിൽ 6 രാജ്യവ്യാപകമായി നടന്ന ഹർത്താൽ ഏത് നിയമത്തിൽ പ്രതിഷേധിച്ചാണ്? ഓക്കെ. അടുത്ത ചോദ്യം. ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ച വർഷം ഏതാണ്? 1919. ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1919. സ്വാമി വിവേകാനന്ദൻ അന്തരിച്ചത് എത്രാം വയസ്സിലാണ്? പ്രീവിയസ് ആണ്. 39 വയസ്സിലാണ് സ്വാമി വിവേകാനന്ദൻ അന്തരിച്ചത്. നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1920. ഓക്കെ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാര്? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ് കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. കേരള സുഭാഷ് ചന്ദ്ര ബോസ് എന്നറിയപ്പെടുന്നത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് കോഴിക്കോട് നിന്നും പുറത്തിറക്കിയ പത്രം ഏത്? അൽ അമീൻ എന്ന പത്രം. അൽ അമീൻ എന്ന പത്രം. അപ്പോൾ ഉപ്പ് സത്യാഗ്രഹം കേരളത്തിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ച വർഷം ഏതാ? 1930 ഏപ്രിൽ മാസം 13 കേരളത്തിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് ഉപ്പ് സത്യാഗ്രഹം നടന്നത്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയവർ ആരൊക്കെ? കെ കേളപ്പൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, കെ മാധവൻ നായർ, ഇ മൊയ്തു മൗലവി എന്നിവർ ചേർന്നിട്ടാണ് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. പയ്യന്നൂരിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ് എന്ന് ചോദിച്ചാൽ കെ കേളപ്പനാണ്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പനാണ് പയ്യന്നൂരിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. കേളപ്പന്റെ നേതൃത്വത്തിൽ ഉപ്പു സത്യാഗ്രഹ ജാഥ ആരംഭിച്ചത് 1930 ഏപ്രിൽ മാസം 13 1930 ഏപ്രിൽ 13 കേളപ്പന്റെ നേതൃത്വത്തിൽ ഉപ്പു സത്യാഗ്രഹ ജാഥ ആരംഭിച്ചത്. ഇനി കെ കേളപ്പൻ അറസ്റ്റ് വരിച്ചതിനു ശേഷം ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്?
ആരായിരുന്നു? മൊയ്യാരത്ത് ശങ്കരനാണ്. മൊയ്യാരത്ത് ശങ്കരൻ. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിൽ കെ കേളപ്പനോടൊപ്പം എത്ര പേർ പങ്കെടുത്തു? 32 പേരാണ് പങ്കെടുത്തത്. 32 പേർ. ഓക്കെ, ഇനി ഒരു 10 മുൻവർഷ ചോദ്യം നോക്കാം. 1857 സ്വാതന്ത്ര്യ സമര കാലത്ത് പോരാടിയ റാണി ലക്ഷ്മിഭായി ഏത് പ്രദേശത്തിലെ ഭരണാധികാരിയായിരുന്നു? ഝാൻസിയിലെ ഭരണാധികാരിയായിരുന്നു. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കർ ആണ് 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി. ആര്യ സമാജം സ്ഥാപിച്ചതാര്? സ്വാമി ദയാനന്ദ സരസ്വതി. വർഷം 1875. 1825 ആരാണ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത്? രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് ആണ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത്. സൈനിക സഹായ വ്യവസ്ഥ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറലിന്റെ പേരെന്ത്? റിച്ചാർഡ് വെല്ലസ്ലി. റിച്ചാർഡ് വെല്ലസ്ലി. ദി ഇന്ത്യൻ സ്ട്രഗിൾ ആരുടെ ആത്മകഥ? സുഭാഷ് ചന്ദ്രബോസിന്റെ ആത്മകഥയാണ് ദി ഇന്ത്യൻ സ്ട്രഗിൾ. ഓർക്കുക, ദി ഇന്ത്യൻ സ്ട്രഗിൾ ആരുടെ ആത്മകഥ? സുഭാഷ് ചന്ദ്രബോസ്. ഇനി ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്ന സമരനായകൻ ആരാണെന്ന് ചോദിച്ചാൽ സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. അപ്പൊ ഇത്രയും ചോദ്യം ഒന്ന് റിവൈസ് ചെയ്താലോ? ആര്യ സമാജം സ്ഥാപിച്ചത് ആര്യ? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്നത് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി ഡോക്ടർ BR അംബേദ്കർ. 1857 സ്വാതന്ത്ര്യ സമരകാലത്ത് പോരാടിയ റാണി ലക്ഷ്മിഭായി ഏത് പ്രദേശത്തിലെ ഭരണാധികാരിയായിരുന്നു? ഝാൻസിയിലെ ഭരണാധികാരിയായിരുന്നു. ദി ഇന്ത്യൻ സ്ട്രഗിൾ ആരുടെ ആത്മകഥ? സുഭാഷ് ചന്ദ്രബോസിന്റെ ആത്മകഥ. സൈനിക സഹായ വ്യവസ്ഥ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഗവർണർ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആര്? റിച്ചാർഡ് വെല്ലസ്ലി. ആര്യ സമാജം സ്ഥാപിച്ച വർഷം 1875. 1825 ആരാണ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത്? രാജാറാം മോഹൻ റോയ് ആണ്. നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ച വർഷം ഏത്? 1920. ഓക്കെ, അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഒരുപാട് പ്രധാനപ്പെട്ട ഫാക്ട്സ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ കോഴ്സുകളെല്ലാം നടന്നു വരികയാണ്. വളരെ തുച്ഛമായ ഫീസിലാണ് എല്ലാ കോഴ്സുകളും ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഹർഷിതം എഡ്യൂടെക് ആപ്പ് ഡൗൺലോഡ് ചെയ്ത ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താലും നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.